തിരുവിഷ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2021 ജനുവരി 9 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. റോമർ ലേഖനം 9-ാം അധ്യായം 30 മുതൽ 33 വരെയും, മിസ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 39 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ലോക താൽപ്പര്യങ്ങളിൽ നാം മുഴുകാൻ, അതല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കാൻ, ആത്മാവിൻ്റെ പ്രവൃത്തികൾക്കെതിരായി ജീവിക്കാൻ ലോകം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം, നീ ലോകത്തിൻ്റെതാണ്, ദൈവം എന്ന് പറയുന്നതുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. നാം ലോകത്തിൻ്റെതാണെന്നും സാധാരണ മനുഷ്യരാണെന്നും നിരന്തരം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം. നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് സാധാരണക്കാരല്ലേ എന്നിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പുറകിലുള്ളത് കേവല ഭൗമികതയിലാണ് നമ്മുടെ അസ്തിത്വമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ലോക താല്പര്യങ്ങളിൽ നിലനിന്ന് പോകാനുള്ള പ്രേരണ ശക്തമാകാൻ വേണ്ടിയാണ്. നാം ഈ ലോകത്തായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലെന്നും നമ്മുടെ അസ്തിത്വം ദൈവത്തിലാണെന്നും ഏറ്റുപറയാൻ മനസ്സാകുമ്പോൾ മാത്രമാണ് ലോകത്തെ അതിജീവിക്കുന്ന ഒരു ബലം നമ്മിൽ അനുഭവപ്രദമാകും. അങ്ങനെ ഒരു ബലത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ മാത്രം, അതായത് ലോക താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ആത്മീയമായ സവിശേഷ ശക്തി നമ്മെ നയിക്കുമ്പോൾ മാത്രമേ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, ലോക താല്പര്യങ്ങളെക്കാൾ അധികമായി ദൈവത്തിൽ നിന്നുള്ളവരാണ് നമ്മൾ ബോധിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും. യഹൂദർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ എങ്ങനെയാണ് ദൈവം എന്ന് പറയുക? എങ്ങനെ മനുഷ്യന് ദൈവം എന്ന് പറയാൻ പറ്റും? ആദിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുവനെ തള്ളിക്കളയുകയാണ് മനുഷ്യൻ. ഈശോ അവരോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ ദൈവവചനമായ യേശു നമ്മിലേക്ക് വന്നു, ദൈവം നമ്മിലേക്ക് വന്നു, ദൈവം നമ്മോടുകൂടെ എങ്കിൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുമ്പോഴാണ് ദൈവത്തെ അനുസരിക്കാനുള്ള ബാധ്യത ഉണ്ടാകുക, ദൈവേഷ്ടം അന്വേഷിക്കാനുള്ള ബോധം നമ്മിൽ ഉറയ്ക്കുക. പിതാവ് വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവത്തിനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് എന്ന് യേശു യഹൂദരോട് ചോദിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൽ പിതാവിൻ്റെ മക്കളെന്ന നിലയ്ക്ക് ദത്തെടുക്കപ്പെട്ടവരാണ്. ആ പിതൃത്വത്തെ അംഗീകരിക്കുകയും ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതമെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്ത് അതിജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക? സാമാന്യഗതിയിൽ എല്ലാവർക്കുമുള്ള അവയവങ്ങളും വികാരങ്ങളും ജീവിതവും എല്ലാം മനുഷ്യസഹജമായി നമുക്കുണ്ട്. എങ്ങനെയാണ് നമ്മൾ സവിശേഷമായി ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയാൻ പറ്റുക? യേശു ദൈവത്തിൻ്റെ മകനാണെന്ന് തെളിയിക്കാൻ തൻ്റെ പ്രവൃത്തികളിലൂടെയാണ്, തൻ്റെ ജീവിത പ്രവർത്തനങ്ങളിലൂടെയാണ് യേശു തയ്യാറാകുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ നോക്കിക്കാണാനായിട്ട് യഹൂദരെ അവൻ വിളിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് തിരിച്ചറിയാനും അനുഭവപ്പെടുത്താനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ബാഹ്യമായ ഏതെങ്കിലും രൂപവ്യതിയാനമല്ല. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കാൻ കൊന്തുവിടുകയോ വേഷവിധാനങ്ങളിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രവൃത്തി കൊണ്ടത് വെളിപ്പെടുത്താനാണ്. ജീവിത പ്രവൃത്തി കൊണ്ട് നമ്മുടെ ആന്തരികതയെ വെളിപ്പെടുത്താൻ പറ്റണം. ബാഹ്യമായ രൂപം എല്ലാവർക്കും സാമാന്യതയിലാണ്. ആ സാമാന്യതയെ അതിലംഘിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകാൻ, സവിശേഷമായ ഭാവാത്മകത ഉണ്ടാകാൻ വേണ്ടത് പ്രവൃത്തി വഴിയാണെന്ന് വചനം പറയുന്നു. എൻ്റെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും അപ്പോൾ പിതാവിനിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ലോകത്തിനത് മനസ്സിലാവാൻ വേണ്ടത് ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറുകയാണ്. അങ്ങനെ അവനെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് നമ്മുടെ അകത്ത് ദൈവമുണ്ടെന്ന്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്താൻ പറ്റൂ. സകല മനുഷ്യരെയും വിളിക്കാനായി, ദൈവത്തിലേക്ക് നയിക്കാനായി നമുക്ക് പറ്റും. നിയമം ഒരു കാലത്ത് നിയമം നൽകപ്പെട്ടു. ആ നിയമത്തിലൂടെ നീതി നടപ്പിലാക്കാൻ, അതിലൂടെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ജനം ശ്രമിച്ചു. ഇസ്രായേൽ അത് വിജയിച്ചില്ല.
അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത്. നാം വിശ്വാസത്തിലൂടെയാണ്. ദൈവം നമ്മുടെ അകമയെന്ന ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കണം. ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ജീവിതമെന്ന് ബോധ്യപ്പെടണം. അസ്തിത്വം ദൈവത്തിലാണ് നമ്മൾ കാണണം. നമുക്കപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ദൈവോന്മുഖരായി ജീവിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടുവെന്ന് റോമർ ലേഖനം പറയും. ശിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, ദൈവം നമ്മുടെ അകമേ വസിക്കുന്നുവെന്ന ബോധ്യത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തി ദൈവഹിതം നിറവേറ്റുന്ന ജീവിതമായി അനുഭവപ്പെടണം. നമ്മുടെ അകത്തുള്ള ആന്തരികതയിൽ ദൈവം വസിക്കുന്നതിൻ്റെ അടയാളമാവണം നമ്മുടെ ജീവിത പ്രവൃത്തികൾ. വിശ്വാസം മുഖേന ക്രിസ്തുവിൽ ആശ്രയിച്ചും പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ സമർപ്പിച്ചും ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാകണം നമ്മുടെ ജീവിതമെന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകാം. അതിനാകാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് അനുദപിക്കാം. ബലിമേശയിൽ നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.